ഇപ്പോൾ പി വി അൻവർ MLA അനുകൂലിക്കുന്ന ആളുകൾ DMK-യുടെ പ്രവർത്തകർ നഗരത്തിൽ മുദ്രാവാക്യം വിളിയുമായി പ്രതിഷേധിക്കുകയാണ്. പോലീസ് നടപടിക്കെതിരെയാണ്, പിണറായി സർക്കാരിനെതിരെയാണ് മുദ്രാവാക്യം വിളിക്കുന്നത്. പിണറായിയുടെ ഭീകരത അതാണ് കണ്ടത്. MLA-യുടെ തിടുക്കപ്പെട്ടുള്ള അറസ്റ്റിന് പിന്നിൽ എന്നാണ് പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ സമാനതകൾ ഇല്ലാത്ത പല സംഭവവികാസങ്ങളും നടന്ന ഒരു രാത്രിയായി ഈ ദിവസം മാറുകയാണ്. നിലമ്പൂരിൽ MLA അറസ്റ്റ് ചെയ്ത ഈ ദിവസം അതിനാടകീയമായ രംഗങ്ങൾക്കാണ് നിലമ്പൂർ മണ്ഡലവും നിലമ്പൂരിലെ ആശുപത്രിക്ക് മുൻവശവും. ഇനി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അവിടെയും, പിന്നീട് മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അവിടെയും നമ്മൾ കാണാൻ കഴിയുക മജിസ്ട്രേറ്റിന് മുന്നിലേക്കാണ് PV അൻവറിനെ കൊണ്ടുപോകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ തിടുക്കപ്പെട്ടുള്ള അറസ്റ്റിന് തൊട്ട് പിന്നാലെയാണ് PV അൻവറിന്റെ പ്രതികരണം നമ്മൾ കേട്ടത്. പിണറായി സർക്കാരിന്റെ ഭീകരത ആണ് നമ്മൾ കണ്ടത്. അതിനുവേണ്ടി പോരാടണം എന്ന ആഹ്വാനം ചെയ്തുകൊണ്ടാണ് നടപടികൾക്ക് PV അൻവർ MLA വിധേയനായിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രതികരണം PV അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് അപ്രതീക്ഷിതമായിരുന്നു. ആ പ്രതികരണം മാതൃഭൂമി ന്യൂസിലൂടെയാണ് അദ്ദേഹം പ്രതികരണം നടത്തിയത്. പിണറായി സർക്കാരിന്റെ മുസ്ലിം വിരുദ്ധതയാണ് ഇപ്പോൾ കാണുന്നത്. തന്നെ തിടുക്കപ്പെട്ട് അറസ്റ്റ് ചെയ്തത് ആ അജണ്ടയുടെ ഭാഗമെന്നാണ് PV അൻവർ MLA പ്രതികരണമായി നടത്തിയത്. അതിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി പ്രതിപക്ഷം അങ്ങനെ നിലപാടെടുക്കുമല്ലോ, എടുക്കണമല്ലോ. പ്രതിപക്ഷത്തിന് പിന്തുണ തുടർച്ചയുണ്ടാവുന്നതിന് അല്ല, അതൊന്നും ഇപ്പൊ പറയാനായിട്ടില്ലല്ലോ. ഇവിടെ ഇപ്പോഴത്തെ വിഷയം എന്താണ്? ഈ അറസ്റ്റ് ഭീകരതയും ഈ ജയിലിലടക്കാനുള്ള അവരുടെ ധൃതിയാണല്ലോ. അതാണല്ലോ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. അല്ല, വേറെ എന്ത് കേസാണ് നിങ്ങൾക്ക് തന്നെ അറിയില്ലേ? ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? ഞാൻ ആ DF ഓഫീസിൽ പോയി പ്രതിഷേധം നടത്തി അവിടെ ഇരുന്നു. പ്രവർത്തകർ അവിടെ കല്ലെറിഞ്ഞു അതിന്റെ അകത്ത് കയറി. ഒരാൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കുമോ? ഇത്രയും ദയനീയമായ ഒരു സ്ഥിതിവിശേഷത്തിൽ ജനങ്ങൾക്ക് വികാരം ഉണ്ടാവില്ലേ? സാധാരണ ഇങ്ങനത്തെ സംഭവത്തിൽ എന്താ ചെയ്യുക? റോഡ് പോയി ബ്ലോക്ക് ചെയ്യും. എന്താ കാര്യം? ആ യാത്ര ചെയ്യുന്ന മനുഷ്യരെ കൂടി കഷ്ടപ്പെടുത്തുന്നവർക്ക്. അപ്പൊ ആ റോഡ് ബ്ലോക്ക് ചെയ്യൽ ഒഴിവാക്കിയിട്ട് ഫോറസ്റ്റ് ഓഫീസിലേക്കല്ലേ പോകേണ്ടത്? ഫോറസ്റ്റുകാർ ചെയ്ത കുറ്റത്തിന്. ഇന്ന് പോലീസ് ഉദ്യോഗസ്ഥർ വീട്ടിൽ വന്നപ്പോൾ ഈ കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നോ? താങ്കൾ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം എന്ന് ചോദിച്ചിരുന്നു. മോളിൽ നിർദ്ദേശമാണ്, അറസ്റ്റ് മെമ്മോ ഉണ്ട്, അത് പ്രിപ്പയർ ചെയ്ത അത് തരാമെന്ന് പറഞ്ഞു. ഈ വന്ന പോലീസുകാർ എന്ത് ചെയ്യാനാണെന്ന് മുഖ്യമന്ത്രി നേരിട്ടിരുന്ന മണിക്കൂറുകളായി ഉച്ചയ്ക്ക് ഇരിക്കാൻ തുടങ്ങിയതാ. ഇരുന്നു കൊണ്ട് അവിടെ ഇരുന്ന് കൈകാര്യം ചെയ്യുക. ഇപ്പുറത്ത് ശശി, അപ്പുറത്ത് അജിത് കുമാർ. ഇങ്ങനെ ഇരുന്നിട്ടല്ലേ ഇത് കൈകാര്യം ചെയ്യുന്നത്? ഈ പോലീസുകാർ എന്ത് ചെയ്യാനാണ്? നേരത്തെ ഒരുപാട് കേസുകൾ അൻവറിനെതിരെ എടുത്തിരുന്നു. ലാസ്റ്റ് പോലീസ് സെക്രട്ടറി ആക്ട് പ്രകാരമൊക്കെ കേസെടുത്തു. അതിലൊന്നും അറസ്റ്റില്ല. ഈ ഘട്ടത്തിൽ ഇപ്പോൾ അല്ല, സ്വാഭാവികമായിട്ട് അതൊക്കെ ഇതിന്റെ കൂട്ടത്തിൽ വരും. മജിസ്ട്രേറ്റിനെ ഇടങ്ങാറാക്കണ്ടേ? പോയി നോക്കട്ടെ. ഒരിക്കലും കിട്ടില്ല. പിണറായിന്റെ അടുത്ത് നീതി കിട്ടില്ല. അങ്ങോട്ടായി പിടിച്ചു മജിസ്ട്രേറ്റ് വിളിച്ചാൽ പോവില്ലേ? നിങ്ങൾ ഓവർ സ്മാർട്ടാവണ്ട. വരുന്ന വെച്ചേ മാനം കെടുത്താൻ നിൽക്കരുത്. മനസ്സിലായോ നിങ്ങൾക്ക്? PV അൻവർ MLA-യുടെ പ്രതികരണമാണ് വീണ്ടും നമ്മൾ കേട്ടത്. പോലീസിന്റെ നടപടിയെ സംബന്ധിച്ചും അതിലെ ശരികേടുകളുമൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടുകയായിരുന്നു PV അൻവർ MLA. തിടുക്കപ്പെട്ടുള്ള അറസ്റ്റ്, അതിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. മുഖ്യമന്ത്രി നേരിട്ടാണ് ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് അറസ്റ്റിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. P ശശിയും അജിത് കുമാറും ഒരുമിച്ചിരുന്നുകൊണ്ടാണ് ഈ നീക്കങ്ങൾ നടത്തിയത്. ആസൂത്രിതമായിരുന്നു തന്റെ അറസ്റ്റ് എന്നാണ് PV അൻവർ MLA ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുൻപിലേക്ക് കൊണ്ടുപോകുന്നതിന് കവാടത്തിൽ വെച്ചുകൊണ്ട് ഇപ്പോൾ പ്രതികരണം നടത്തിയിരിക്കുന്നത്. PV അൻവർ MLA മജിസ്ട്രേറ്റിന്റെ വസതിയിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ ഒരു ഭാഗത്ത് കാണുന്നത്. മറുഭാഗത്ത് വളരെ നാടകീയ രംഗങ്ങൾ നിലമ്പൂർ മണ്ഡലത്തിൽ നടക്കുകയാണ്. PV അൻവർ MLA-യുടെ അറസ്റ്റിന് തൊട്ട് പിന്നാലെ തന്നെ DMK പ്രവർത്തകർ പ്രതിഷേധവുമായി തെരുവിൽ ഇറങ്ങിയിരിക്കുന്നു. ആ കാഴ്ചയാണ് നമ്മൾ ഒരു സ്ക്രീനിൽ കാണുന്നത്. PV അൻവർ MLA മജിസ്ട്രേറ്റിന്റെ വസതിയിലേക്ക് കയറിയിരിക്കുകയാണ്. പോലീസുകാർ മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയിരിക്കുന്നു. കുറച്ച് സമയം അവിടെ എടുത്തേക്കാം. മജിസ്ട്രേറ്റിന് ഈ എന്താണ് വകുപ്പുകൾ, ഏത് കേസൊക്കെ ഇട്ടാണ് ഈ FIR തയ്യാറാക്കിയിരിക്കുന്നത്, ആ FIR-ലെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യേണ്ട സാഹചര്യമുണ്ടോ, അങ്ങനെയുള്ള വകുപ്പാണോ? PDPP ആക്റ്റാണ് അദ്ദേഹത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൽ ഗൗരവമേറിയ വകുപ്പുകൾ ഉണ്ടാകും. ഒപ്പം മാത്രമല്ല, പോലീസിന്റെ കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. പോലീസിനെ മർദ്ദിച്ചു എന്ന കുറ്റമടക്കം, പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായ കുറ്റമടക്കം PV അൻവറിനെതിരെ ഉന്നയിച്ചിട്ടുണ്ട്. അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ അതൊക്കെ തന്നെ മജിസ്ട്രേറ്റ് പരിശോധിച്ച ശേഷമായിരിക്കും ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിലെ പരാമർശങ്ങളിൽ തീരുമാനം ഉണ്ടാവുക. റിമാൻഡ് റിപ്പോർട്ടിലെ വിശദാംശങ്ങളൊക്കെ തന്നെ പുറത്തേക്ക് അല്പസമയത്തിനകം വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഗുരുതരമായ വകുപ്പുകൾ
PP ആക്ടാണ് ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജാമ്യം ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പൊതുമുതൽ നശിപ്പിക്കൽ, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, പോലീസിനെ മർദ്ദിക്കൽ, അങ്ങനെ പ്രധാനപ്പെട്ട വകുപ്പുകളാണ് PV അൻവർ MLA ക്കെതിരെ ചുമത്തിയിരിക്കുന്നത്.